ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ FC ഗോവയാണ്. വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ ഒരു മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മത്സരമാണ് ഇത്. ഈ ഒരു എവേ മത്സരത്തിൽ വിജയിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർബന്ധമാണ്. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ ഡാനിഷ് ഫറൂഖ് പൂർത്തിയാക്കിയിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം പ്രഷറോടുകൂടി ഈ മത്സരത്തെ സമീപിക്കില്ല, മറിച്ചൊരു നോർമൽ മത്സരമായിക്കൊണ്ട്, സാധാരണ മത്സരമായിക്കൊണ്ട് ഇതിനെ കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നും ഡാനിഷ് ഫറൂഖ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇത് മറ്റൊരു മത്സരം പോലെയാണ് പരിഗണിക്കുന്നത്. തീർച്ചയായും ഗോവ മികച്ച ടീമാണ്, പക്ഷേ ഇതൊരു സാധാരണ മത്സരം പോലെ ഞങ്ങൾ പരിഗണിക്കും. ഒരുപാട് സമ്മർദ്ദം പാടില്ല, മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായും ഞങ്ങൾക്ക് പ്ലേ ഓഫിന് സാധ്യതയുണ്ട്. ഇനിയും 4 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ 4 മത്സരങ്ങളിൽ പരമാവധി പോയിന്റുകൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ടേബിളിൽ എന്താകുമെന്ന് നോക്കാം. ഇതാണ് ഡാനിഷ് ഫറൂഖ് പറഞ്ഞിട്ടുള്ളത്. 4 മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ അവശേഷിക്കുക. അപ്പോഴും മറ്റുള്ള ടീമുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും സമീപകാലത്ത് മോശം പ്രകടനമാണ്, ഈ സീസണിൽ ഉടനീളം മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിൽ എത്തിയിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന ഒരു അഭിപ്രായം ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.